രാം നാരായൺ രാം. തത്വം പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നാം. എന്നാൽ ഞാൻ അതിനെ ഒരു കഥ പോലെ പറയും. നമ്മുടെ സമൂഹത്തിൽ പലവിധ നിയമങ്ങളും ആചാരങ്ങളും ഉണ്ട്. ഇതു കഴിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ നടത്തണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ ഇത്തരത്തിലുള്ള നിർബന്ധങ്ങൾ ആരും നേരിടേണ്ടതില്ലെന്ന് വിശ്വസിക്കുന്നു. ധർമ്മത്തിൽ നമ്മളെ വിവിധ ഉപദേശങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഞാൻ ആ ഉപദേശങ്ങൾ നൽകാൻ താൽപ്പര്യമില്ല. അതുകൊണ്ടു തന്നെയാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ താൽപ്പര്യം കാണിക്കാത്തത്. വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാൻ സാധിക്കും, പക്ഷേ സൂര്യനെ അണയ്ക്കാൻ കഴിയില്ല. സൂര്യൻ്റെ താപത്താലാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്, മഴ പെയ്യുന്നത്. അതിൻ്റെ ഫലമായി താൽക്കാലികമായി ഒരു മതിൽ നമുക്ക് നിർമ്മിക്കാനാകും. പക്ഷേ സൂര്യൻ്റെ പ്രകാശം എല്ലാം വീണ്ടും തെളിച്ചമായി മാറ്റും. സൂര്യനെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് തോന്നിയാലും സൂര്യനും മേഘങ്ങളും തമ്മിൽ വലിയ അകലം നിലനിൽക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ, ക്രോധം, മറ്റ് താൽക്കാലിക വികാരങ്ങൾ നമുക്ക് ഒരു നിമിഷത്തേക്ക് മറച്ചുവെക്കാനാവും. പക്ഷേ അവ അവസാനം പുറത്തുവരും. മഴ, വേനൽ, ശീതകാലം എന്നിങ്ങനെ പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നതുപോലെ നമ്മുടെ ശരീരവും ജനനം മുതൽ തന്നെ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു കുഞ്ഞ് ക്രമേണ പ്രായം ചെറുതായി വളരുകയും വൃദ്ധാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് ആരെങ്കിലും വ്യക്തമായി പഠിപ്പിക്കേണ്ട കാര്യമല്ല. നിയമങ്ങൾ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ സ്ഥിരതയുള്ളവയാകുന്നു, ജീവിതം സുഗമമാകുന്നു. ഒരു രീതി പാലിച്ചാൽ സൗകര്യപ്രദമായി മുന്നോട്ട് പോകാം. നിയമങ്ങൾ നമ്മുടെ മനസ്സിനെ ഏർപ്പെടുത്തുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമാണ്. ഓഫീസിൽ പോകേണ്ടതുണ്ടെന്നത് കൊണ്ട് തന്നെ ആളുകൾ രാവിലെ എഴുന്നേൽക്കും, കുളിക്കും, ഭക്ഷണം കഴിക്കും, സമയത്തിന് ജോലി ചെയ്യും, ജോലി സ്ഥലത്തേക്ക് പോകും. കുട്ടികൾ സ്കൂളിൽ പോകേണ്ടതായതിനാൽ അവർ അതിനായി തയ്യാറാകുകയും ചെയ്യുന്നു.